നിങ്ങളുടെ കുഞ്ഞ് ഒരു ലോവർ KG സെക്ഷനിൽ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരേ ലെവലിലാണ്. അതായത് ഒരേ ക്ലാസ് റൂമിൽ ഒരേ ടീച്ചർ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് ഒരേ സിലബസാണ് എല്ലാ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇയർ എൻഡ് ആവുമ്പോൾ പല കുഞ്ഞുങ്ങളും പല രീതിയിലാണ് പെർഫോം ചെയ്യുക, അല്ലേ? ചില കുട്ടികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല മാർക്സ് വാങ്ങും, പെട്ടെന്നെല്ലാം ക്യാച്ച് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് അത്രയും പറ്റിയെന്ന് വരില്ല. ചില കുട്ടികൾ ഒട്ടും തന്നെ ഒരു ബിലോ ആവറേജ് ലെവലിൽ പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഈ കുട്ടികൾ തമ്മിൽ വ്യത്യാസം വരുന്നത്? ഈ ഡിഫറൻസ് അവരുടെ ഇൻ്റലിജൻസിലല്ല, അവരുടെ ബ്രെയിൻ പ്രിപ്പറേഷനിലാണ് ഈ ഡിഫറൻസ് വരുന്നത്. നമ്മൾ പറഞ്ഞ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്ന കുട്ടിക്ക് ഒരു സ്ട്രോങ് ബ്രെയിൻ പാത്വേസ് ഉണ്ടാവും. അതായത് ആദ്യത്തെ 5 വർഷമാണ് നമ്മുടെ ബ്രെയിൻ വയറിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. ഈ 5 വർഷത്തിലാണ് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ന്യൂറോൺസ് ഫോം ചെയ്യുന്നത്. ഈ ബ്രെയിൻ സർക്യൂട്ട്സ് ആണ് കുഞ്ഞുങ്ങളിൽ ലേണിംഗ്, മെമ്മറി, അവരുടെ ഇൻ്റലിജൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ പാത്വേസ് ഡെവലപ്പ് ചെയ്യുക? ഇത് വെറുതെ ഡെവലപ്പ് ചെയ്യില്ല. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ പേരൻസ്, കെയർ ഗീവേഴ്സ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്, നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓരോ സമയവും കുഞ്ഞുങ്ങളായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ, റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു ബ്രെയിൻ പാത്വേ ആണ് അവിടെ ഡെവലപ്പ് ആവുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, നമ്മുടെ ബ്രെയിൻ പാത്വേസ് ഒരു റോഡ് പോലെയാണ്. റോഡ് കറക്റ്റായിട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോളജ് അല്ലെങ്കിൽ അറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റും. മറിച്ച് ഈ റോഡ് അഥവാ പാത്വേസ് ഡെവലപ്പ് ആയില്ലെങ്കിലോ അവർക്കത് ഗ്രഹിക്കാനുള്ള പാട് കൂടുതലായിരിക്കും, ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ആസ് എ ഹോമിയോപ്പത്തിക് പീഡിയാട്രീഷ്യൻ ഞാൻ എല്ലാ പേരൻസിനോടും പറയാറുണ്ട്, ഫസ്റ്റ് 5 years നിങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇടപെടുന്നു, കളിക്കുന്നു, അതുപോലെ അവൻ പറയുന്ന കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുന്നു, ഇതിലെല്ലാമാണ് പിന്നീടുള്ള ആ സ്കൂൾ ലൈഫ് കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മാക്സിമം പേരൻസിന് ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.